അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് ആദ്യം ഫൈസൽ മൗലവിയുടെ ഒരു ക്ലിപ്പ് കേട്ടിട്ട് നമുക്ക് തുടങ്ങാം. നബി തങ്ങൾ വഫാത്ത് കഴിഞ്ഞ് ഏകദേശം 7 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് എന്നുള്ളതാണ്. ഹിജ്റ 11-ലാണല്ലോ നബി തങ്ങൾ വഫാത്ത്. അത് കഴിഞ്ഞ് 678-ലാണ് ഈ ഖബറിന് മീതെ ഒരു കുബ്ബ നിർമ്മിക്കപ്പെടുന്നത്. അഥവാ നബി തങ്ങൾ വഫാത്തിന് ശേഷം 667 കൊല്ലം പിന്നിട്ടതിന് ശേഷം അന്നത്തെ ചില ഭരണാധികാരികൾ ഭരണപരിഷ്കാരത്തിൻ്റെ ഭാഗമായി നിർമ്മിച്ച ഒരു കുബ്ബ മാത്രമാണത്. അതുകൊണ്ട് തന്നെ ആ കുബ്ബക്ക് പ്രമാണങ്ങളുടെ ഒരു പിൻബലവും ഇല്ല എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ഷരീഫ്, അവിടെയുള്ള ആ കുബ്ബത്തുൽ ഖളറ എന്ന് പറയുന്ന പച്ചക്കുബ്ബ, ആ പച്ചക്കുബ്ബ നിർമ്മിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് അല്ല എന്നാണ് മൗലവി പറയുന്നത്. അത് നബി തങ്ങളുടെ കാലത്ത് ഉണ്ടാക്കിയ കുബ്ബയല്ല, അതുകൊണ്ട് തന്നെ അത് ദീനിൽ പരിഗണിക്കപ്പെടുകയില്ല എന്നാണ് മൗലവി ഇവിടെ പറയുന്നത്. സത്യത്തിൽ മൗലവിക്ക് നേരത്തെ പറഞ്ഞത് എന്താണെന്ന് ഇപ്പോൾ ഓർമ്മയില്ല. ഈ സംസാരത്തിന്റെ തുടക്കത്തിൽ മൗലവി പറഞ്ഞു, വിശുദ്ധ ഇസ്ലാമിൽ ഒരു കാര്യം സ്ഥിരപ്പെടാൻ ഖുർആനോ ഹദീസോ ഇജ്മാഅോ ഖിയാസോ എന്നുള്ളതാണ്, പ്രമാണങ്ങളാണ് അടിസ്ഥാനം. എന്നാൽ ഇപ്പൊ മൗലവി പറയുന്നത് എന്താണ്? ഈ കുബ്ബ എന്തില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലത്ത് ഇല്ലാത്തത് കൊണ്ട് അത് തള്ളപ്പെടേണ്ടതാണ്, അല്ലെങ്കിൽ അത് അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് മൗലവി പറയുന്നത്. ഇതേ സംസാരത്തിന്റെ തുടക്കത്തിൽ മൗലവി പറഞ്ഞത് എന്താണ് നമുക്ക് നോക്കാലോ. ഈ വിഷയക്രമം തന്നെയാണ് സംഭവിക്കുന്നത്. ഒരു കാര്യത്തിൽ ഇസ്ലാമികമാണോ അല്ലേ എന്ന് നോക്കാൻ മുസ്ലിമീങ്ങൾ സ്വീകരിക്കുന്നത് പ്രമാണമാണ്, വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും. ഈ അനുബന്ധ പ്രമാണങ്ങളായി സ്ഥിരപ്പെട്ട ഇജ്മാഉം വ്യക്തമായ ഖിയാസും. ഈ 4 പ്രമാണങ്ങളിൽ ഒന്നിന്റെ പോലും 4 പ്രമാണങ്ങളാണ് അടിസ്ഥാനം. ഏത് 4 പ്രമാണം? ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ്. ഇതാണ് അടിസ്ഥാനം. ഇസ്ലാമികമാണോ അല്ലേ എന്ന് നോക്കണമെങ്കിൽ ഇതാണ് അടിസ്ഥാനം. എന്തല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് ഇല്ല എന്നുള്ളതല്ല. ഇതാണ് മൗലവിയുടെ ആദ്യം പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ലാസ്റ്റ് എത്തിയപ്പോൾ, സംസാരത്തിന്റെ പകുതിയിലേക്ക് എത്തിയപ്പോൾ മൗലവി പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്ത് ഈ പച്ചക്കുബ്ബ ഇല്ല, അതുകൊണ്ട് പറ്റില്ല എന്നാണ് മൗലവി പറയുന്നത്. ഇപ്പൊ ഏതാണ് മുസ്ലിമീങ്ങൾ വിശ്വസിക്കേണ്ടത്? പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണോ സ്വീകരിക്കേണ്ടത്? അതല്ല നബി തങ്ങളുടെ കാലത്ത് ഇല്ല എന്നതുകൊണ്ടാണോ? നബി തങ്ങളുടെ കാലത്ത് ഇല്ല, അതുകൊണ്ട് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് മൗലവി പറയുകയാണെങ്കിൽ നമുക്കിവിടെ എന്തെല്ലാം തള്ളിക്കളയേണ്ടി വരും? നിങ്ങൾ ആലോചിച്ച് നോക്ക്. സ്വഹീഹുൽ ബുഖാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുണ്ടായതാണോ? അല്ലല്ലോ. നമ്മുടെ പള്ളികൾക്കൊക്കെ മിനാരങ്ങൾ ഉണ്ടാക്കാറുണ്ട്, അല്ലേ? ഈ പള്ളിക്ക് മിനാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാക്കിയതാണോ? റസൂലുള്ളാഹിന്റെ കാലത്ത് എത്ര പള്ളികൾ ഉണ്ടാക്കി, പക്ഷേ പള്ളിക്ക് മിനാരം ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അപ്പൊ റസൂലുള്ളാഹിന്റെ കാലത്ത് ഇല്ലാത്തൊരു മിനാരം ഇന്ന് നമ്മൾ കൊണ്ടുനടക്കുന്നുണ്ടല്ലോ. ഉണ്ട്. ആ പള്ളിന്റെ മിനാരങ്ങളൊക്കെ തകർക്കേണ്ട ആവശ്യമുണ്ടോ? ആ പള്ളിക്ക് മിനാരം ഉണ്ടാക്കാൻ വേണ്ടി സംഭാവനകൾ നൽകി അതിന് കൂലി കിട്ടൂലേ? കിട്ടും. റസൂലുള്ളാഹിന്റെ കാലത്ത് മിനാരം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ റസൂലുള്ളാഹിന്റെ കാലത്ത് ഇല്ലാത്തൊരു കാര്യം പള്ളിയിലേക്ക് കൂട്ടിച്ചേർത്തു, പള്ളിക്ക് മിനാരം ഉണ്ടാക്കി. എന്നാൽ ആ മിനാരത്തിന് വേണ്ടിയിട്ട് സംഭാവന ചെയ്ത് അതിന് കൂലിയും കിട്ടുന്നു. റസൂലുള്ളാഹി പഠിപ്പിക്കാത്തൊരു കാര്യത്തിന് കൂലി കിട്ടുന്നു. നിങ്ങൾ ആലോചിക്കണം. ഇനി പള്ളിക്ക് മിഹ്റാബ്, റസൂലുള്ളാഹിന്റെ കാലത്ത് പള്ളിക്ക് മിഹ്റാബ് ഉണ്ടോ? ഇല്ല. എന്നാൽ പിൽക്കാലത്ത് മിഹ്റാബ് വന്നില്ലേ? ഇന്ന് മിഹ്റാബ് ഉണ്ടാക്കാൻ വേണ്ടി ആളുകൾ സംഭാവന നൽകുന്നില്ലേ? അപ്പൊ അതിനും കൂലി കിട്ടൂല, അത് നരകത്തിൽ പോകേണ്ട കാര്യമാണെന്ന് പറയേണ്ടി വരില്ലേ? എത്ര കാര്യങ്ങൾ നമ്മുടെ പള്ളികളും മദ്രസകളും അതുപോലെ തന്നെ വിവിധങ്ങളായ രൂപങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഇല്ലാത്ത, നബി തങ്ങളുടെ കാലത്ത് ഇല്ലാത്ത പല രൂപങ്ങളും വിശുദ്ധ ഇസ്ലാമിൽ പിന്നീട് വന്നിട്ടുണ്ട്. ഈ വന്ന കാര്യങ്ങളെല്ലാം റസൂലുള്ളാഹിന്റെ കാലത്തില്ല എന്ന കാരണം കൊണ്ട് തള്ളിക്കളയണം എന്ന് പറഞ്ഞാൽ മൗലവി ഏറ്റവും ചുരുങ്ങിയത് നിങ്ങളുടെ സംഘടന വരെ പിരിച്ചുവിടേണ്ടി വരും. സംഘടന വരെ ബിദ്അത്താണ്. ഇന്ന് വഹാബിസത്തിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താ അറിയാ നിങ്ങൾക്ക്? വഹാബി ചില മൗലവിമാർ പറയുന്നു സംഘടന എന്ന് പറയുന്നത് ബിദ്അത്താണ്, അതുകൊണ്ട് സംഘടന നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് വഹാബികളിൽപ്പെട്ട ഒരു കൂട്ടം ആളുകൾ പറയുന്നത്. ഞാൻ വെറുതെ പറയല്ല. ഈ സുബൈർ മങ്കട എന്ന് പറയുന്ന ഇവരുടെ ഒരു മൗലവി, ആ മൗലവി സംഘടന തിന്മയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലേഖനം തന്നെ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ അയാൾ പറയുന്നത് കാണാം. അപ്പോൾ സംഘടനയെ ഒരു മതപരമായ കാര്യമായി ഗണിച്ചാൽ അതിന് തെളിവില്ലാത്ത നിലക്ക് അത് ബിദ്അത്തായി തീരും. സംഘടന ബിദ്അത്തായി തീരും. അപ്പോൾ ബിദ്അത്ത് ചെയ്യുന്ന സംഘടനകളെ വെടിയണം, സംഘടനാ പ്രവർത്തകർ ചെയ്യുന്ന ബിദ്അത്തുകൾ വെടിയണം, അതുപോലെ സംഘടന തന്നെ വെടിയണം. കാരണം അത് തന്നെ ഒരു ബിദ്അത്താണ്, സംഘടന തന്നെ ഒരു ബിദ്അത്താണ്, അതുകൊണ്ട് സംഘടന തന്നെ വെടിയണം. എന്നിട്ട് സാധാരണ വഹാബികൾ ഓതാറുള്ള മൻ ഹദസ ഫി അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ എന്ന് പറയുന്ന ഹദീസൊക്കെ മൗലവി വളരെ ജോറായി ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾ ആലോചിക്കണം. അപ്പൊ ഇവർക്കിടയിൽ തന്നെ തർക്കമുണ്ട്. എന്ത്?
ഈ സംഘടന അത് വിദഅത്താണ്, അത് നരകത്തിൽ പോകുന്ന കാര്യമാണ് എന്ന് വഹാബികൾ തന്നെ തർക്കമുണ്ട്. അപ്പൊ ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലത്തില്ല എന്ന് പറഞ്ഞാൽ സുന്നികളും സുന്നികളല്ലാത്തവരും അംഗീകരിക്കുന്ന പല കാര്യങ്ങളും തള്ളിക്കളയേണ്ടി വരും. എന്നതിന് പുറമെ നിങ്ങളെ സംഘടന വരെ തള്ളിക്കളയേണ്ടി വരും എന്നാണ് സുബൈർ മങ്കട പറഞ്ഞത്. അപ്പൊ ഏതായാലും ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ള മഹാന്മാരുടെ ഖബറുകൾക്ക് മീതെ കുബ്ബയുണ്ടാക്കലും അതുപോലെ തന്നെ അവർക്ക് അവിടെ എടുപ്പുണ്ടാക്കലും അത് ഇസ്ലാമികപരമായി അംഗീകരിച്ച കാര്യമാണോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് അംഗീകരിച്ച കാര്യമാണ് എന്നത് എന്താണ് നമ്മുടെ അടുത്തുള്ള തെളിവ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമായി എന്താണ് മഹാന്മാരുടെ ഖബറുകൾക്ക് മീതെ കുബ്ബയുണ്ടാക്കുന്നതിനും അത് എടുപ്പുണ്ടാക്കുന്നതിനുള്ള തെളിവ് എന്താണ്? മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം. എന്താണ്? റഅയ്തുനി വനഹ്നു ശുബ്ബാനും ഫീ സമനി ഉസ്മാന റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് ഞങ്ങൾ യുവാക്കളായിരുന്നു. ആരാ പറയുന്നത്? ഖാരിജത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ ചെറുപ്പക്കാരായ യുവാക്കളാണ് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത്. വഇന്ന അശദ്ദന വസ്ബത്തൻ, ഏറ്റവും കൂടുതൽ വലിയ ചാട്ടക്കാർ ഞങ്ങളിൽ ആരാണ്? അല്ലദി യസിബു ഖബർ ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ഹത്താ യുജാവിസഹു, അത് ചാടിക്കടക്കുന്നവർ ആരാണോ, അവരുടെ ഖബർ ചാടിക്കടക്കുന്നവർ ആരാണോ അവരാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ ചാട്ടക്കാരൻ എന്ന് ബഹുമാനപ്പെട്ട ഖാരിജത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു പറയുന്ന സംഭവം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു. അപ്പൊ ഒരു ചാണ് ഖബർ ഉയർത്തൽ, ഖബർ ഒരു ചാണാണ് ഉയർത്തേണ്ടതെന്ന് പറയുന്ന വഹാബികൾ, അങ്ങനെയാണെങ്കിൽ ഒരു ചാണ് ഖബർ ഉയർത്തിയത് വലിയ ചാട്ടക്കാരനാവും. ഒരു ചാണ് ഉയർത്തിയ ഖബർ വിട്ട് കടക്കാൻ ആർക്കാ കഴിയാത്തത്? ഏത് ചെറിയ കുട്ടിക്കും കഴിയൂലേ? അപ്പൊ പിന്നെ ഞങ്ങളിൽ വലിയ ചാട്ടക്കാർ ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ചാടിക്കിടക്കുന്നവരാണെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായി അത് സാധാരണയുള്ള ഒരു ചാണ് ഖബർ അല്ല എന്ന് മനസ്സിലായി. ഇനി ഈ ഹദീസിന്റെ താഴെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ ഫത്ഹുൽ ബാരിയിൽ പറയുന്നത് കാണാം. ഫത്ഹുൽ ബാരി 3-ാം വാള്യം 286-ാമത്തെ പേജ്. വഫീഹി ജവാസു തഅലിയത്തിൽ ഖബർ, ഖബർ ഉയർത്തൽ അനുവദനീയമാണെന്ന് ഈ ഹദീസിലുണ്ട്. വറഫ്ഉഹു, പിന്നെ അതിനെ അമിതമായ ഉയർത്തൽ, സാധാരണ ഉയർത്തുന്നതിന് തഅലിയത്ത് എന്ന് പറയും, അതിനേക്കാളും ഉയർത്തുന്നതിനാണ് എന്ന് പറയാ തഅലിയത്ത് എന്ന് പറയാ, അല്ലെ റഫ് എന്ന് പറയാം. റഫ്ഉഹു അൻ വജ്ഹിൽ അർള്, ഭൂമുഖത്തിൽ നിന്ന് അത് ഉയർത്തൽ എന്താണ്? സുന്നത്താണ്, ജായിസാണ് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ പറയുന്നു. ഇനി പിന്നെ ബഹുമാനപ്പെട്ട ഖസ്തല്ലാനി ഇമാം ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഹത്താ യുജാവിസഹു എന്ന് പറയുന്നിടത്ത് പറയുന്നു മിൻ ഇർത്തിഫാഹി, അതിന്റെ ഉയർച്ച കൊണ്ടാണ്, അത് വിട്ടുകടക്കാൻ കഴിയുന്നവരാണ് ഏറ്റവും വലിയ ചാട്ടക്കാർ എന്ന് പറയുമ്പോൾ അത്രയും ഉയർച്ച അതിനുണ്ടായത് കൊണ്ടാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഖസ്തല്ലാനി റഹിമഹുല്ലാ അവിടുത്തെ 2-ാം വാള്യം 453-ാമത്തെ പേജിൽ പറയുന്നത് കാണാം. ഇനി സുഫിയാൻ ഇബ്നു തമ്മാർ റളിയല്ലാഹു അൻഹു ഹദ്ദസഹു അന്നഹു റഅ ഖബറൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസന്നമൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ മുസന്നമായിട്ട് കണ്ടു എന്ന് ബഹുമാനപ്പെട്ട സുഫിയാൻ ഇബ്നു തമ്മാർ റളിയല്ലാഹു അൻഹു സാക്ഷ്യപ്പെടുത്തുന്നു. മുസന്നമൻ എന്ന് പറഞ്ഞാൽ എന്താ? ഐ മുർത്തഫിഅൻ, ഉയർന്നതായ സ്ഥിതിയിൽ. സാദ അബൂ നഈം ഫിൽ മുസ്തഖ്റജി ഖബറു അബീബക്കർ വ ഉമർ കദാലിക, ഉമർ റളിയല്ലാഹുവിന്റെയും അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഖബർ അതുപോലെ തന്നെയാണ്, മുർത്തഫി ആയതുപോലെ തന്നെയാണ്, മുർത്തഫി തന്നെയാണ്. ബഹുമാനപ്പെട്ട അല്ലാമ മുഹമ്മദ് ഹബീബു ഷിൻഖീത്തി റഹിമഹുല്ലാ അവിടുത്തെ സാദുൽ മുസ്ലിം എന്ന് പറയുന്ന കിതാബിന്റെ 2-ാം വാള്യം 33-ാമത്തെ പേജിൽ പറയുന്ന ഒരു കാര്യം നമ്മൾ ഇവിടെ വളരെ പ്രത്യേകം അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താ? ഫലമ്മ വഖ ബഅദുൽ ഹദ്മി ഫിൽ ഹുജ്റത്തു ഷരീഫയിൽ എന്ത് ചെയ്തു? പൊളിഞ്ഞു വീണു, ചുമര് പൊളിഞ്ഞു വീണു. ഉഈദ ബിനാഉഹ അലൈഹിം, എന്നിട്ട് ആ പൊളിഞ്ഞു വീണ ചുമരെന്ത് ചെയ്തു? നന്നാക്കി വീണ്ടെടുത്തു. ബി ഇജ്മാഇ താബിഈൻ, താബിഈങ്ങളുടെ ഏകാഭിപ്രായം കൊണ്ട്, താബിഈങ്ങളുടെ ഇജ്മാ കൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു എന്തുണ്ടാക്കിയത്? എടുപ്പുണ്ടാക്കിയത്. ലം തബ്ഖ റൈബത്തുൻ ഫീ ജവാസി മുജറദിൽ ബിനാഇൽ ഖാലി അനിൽ മുബാഗറത്തി അലൽ ഖുബൂർ, ഖബറുകൾക്ക് മേലിൽ നിർമ്മാണം ഉണ്ടാക്കുന്നതിൽ അനുവദനീയമാണെന്ന വിഷയത്തിൽ ഒരു തർക്കവും ഒരു സംശയവും അവിടെ അവശേഷിച്ചില്ല. വലാ ഫർഖ ബൈന ഹുദൂസിൽ ഖബരി തഹ്തൽ ബിനാഇ, എന്നാൽ ഒരു ബിൽഡിങ്ങിന്റെ താഴെ ഖബർ ഉണ്ടാക്കുക എന്നതിന്റെ ഇടയിലും
വഹുദൂസിൽ ബിനായി അലൽ ഖുബൂരി, അതുപോലെ തന്നെ ഒരു ഖബറിന്റെ മേലെ എടുപ്പുണ്ടാക്കുക എന്നുള്ളതും വ്യത്യാസമില്ല. ഫൽ ഫർഖുൽ ഹാസിലു ഫിഹി ഫർഖുൻ സൂരിയുൻ, അത് ഒരു ആപേക്ഷികപരമായ അല്ലെങ്കിൽ ലഫ്ളിയായ തർക്കം മാത്രമാണ്. ഫലാ ഇഅ്തിദാദ ബിൽ ഫർഖി സൂരി, സൂരിയായ വ്യത്യാസത്തിന് യാതൊരു പരിഗണനയുമില്ല. അപ്പോൾ ഒരു എടുപ്പിനുള്ളിൽ ഖബർ ഉണ്ടാക്കുക എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഒരു ഖബർ ആദ്യമുണ്ട് അതിന്റെ മുകളിൽ എടുപ്പുണ്ടാക്കുക, രണ്ടും കുഴപ്പമില്ലാത്തതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫ്, ആ ഖബർ ഷരീഫ് ആദ്യമേ ഒരു എടുപ്പിനുള്ളിലാണ്. അത് തെറ്റായിരുന്നുവെങ്കിൽ സ്വഹാബികൾ എന്ത് ചെയ്യണമായിരുന്നു? ആയിഷ ബീവി റളിയല്ലാഹു അൻഹുവിന്റെ ആ റൂമിന്റെ ചുമരുകൾ തല്ലിപ്പൊളിക്കണമായിരുന്നു. അങ്ങനെ തല്ലിപ്പൊളിച്ച ചരിത്രം ദീനിൽ, അവിടെ ചരിത്രത്തിൽ ഒരിക്കലുമില്ല. അതുകൊണ്ട് തന്നെ എടുപ്പിനുള്ളിൽ ഖബറാവുക എന്നുള്ളതും ഒരു ഖബറിന് മുകളിൽ എടുപ്പുണ്ടാകുക എന്ന് പറയുന്നതും മഹാന്മാരാകുമ്പോൾ അതൊരിക്കലും തെറ്റാകുന്നില്ല എന്നതാണ് നമുക്ക് പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യമായി മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി